ആഴ്ചയിൽ ഒരു ദിവസത്തെ അവധിയുള്ളൂ. ഇപ്പോൾ അതൊന്നുമല്ല, ഒരു 4 സെക്ഷൻ നമ്മൾ ഹാർഡ് ചെയ്താൽ ഒരു സെക്ഷൻ റിക്കവറി സെക്ഷൻ, നമ്മുടെ ബോഡിക്ക് അത്ര സ്ട്രെയിൻ ഇല്ല. അപ്പോൾ ചെയ്ത എമൗണ്ടിൻ്റെ ഹാർഡ് വർക്ക് നോക്കുമ്പോൾ നമ്മളാണ് കൂടുതൽ ചെയ്തത്. അതെ, സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. അതെ അതെ അതെ. കാരണം ആരോഗ്യം എന്ന് പറയുന്നത് എല്ലാവരും നീന്തി കഴിഞ്ഞ എല്ലാ ശരീരത്തിലെ എല്ലാ, പക്ഷേ ഒരു പരിധി കൂടി സ്വിമ്മിങ് ചെയ്താലും ബുദ്ധിമുട്ടാണെന്നുള്ളത്. അല്ല ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് നല്ല വെള്ളവും നല്ല അന്തരീക്ഷമായിരിക്കണം. നമ്മൾ പാലായിലേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ക്ലീനിങ് സിസ്റ്റം ഇല്ല, മഴക്കാലത്ത് നിറച്ചിടും, പിന്നെ അതിനകത്ത് പായലും പുഴുക്കളും ഒക്കെ കാണും. അപ്പോൾ ഞങ്ങൾ ആ പാലായി ചെയ്ത സമയത്ത് ആദ്യം ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെയും തോർത്തുകൊണ്ട് നമ്മൾ, നാട്ടിൻപുറത്തുള്ളവരാണെങ്കിൽ അറിയാം, നമ്മൾ ഈ ചെറിയ മീനെ പിടിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും തോർത്ത് വെച്ചിട്ട് ആ പായൽ ഒരു 50% വെളിയിൽ കളഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നീന്തുന്നത്. അപ്പോൾ പായലും എല്ലാം മൂക്കിലും അതിലെല്ലാം കയറും. അതിൻ്റെയൊക്കെ ഇതായിരിക്കും നമുക്ക് അന്ന് അസുഖങ്ങളുണ്ടായത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ലോറിനേറ്റഡ് വെൽ മെയിൻറ്റൈൻഡ് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അസുഖങ്ങളെല്ലാം മാറി, പിന്നെ നല്ല ഫിറ്റായി. പിന്നെ ഞങ്ങളൊരു 8-10 സ്വിമ്മേഴ്സ് ഒരു ഹോട്ടലിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ്. എന്നുവെച്ചാൽ ഒരു 10-30 പേര് കഴിക്കുന്ന നമ്മൾ ആഹാരം കഴിക്കും. അപ്പോൾ അവർക്ക് വേറെ കസ്റ്റമേഴ്സിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നൊക്കെ അതുപോലെ വിശപ്പായിരുന്നു. അതെ, അത്രമാത്രം നമ്മൾ സ്വിമ്മിങ് ഏറ്റവും വിശപ്പ് വരുന്ന ഒരു, തല തൊട്ട് കാല് വരെ നമ്മൾ ഒരേപോലെ എക്സസൈസ് ചെയ്യുന്നൊരു സ്പോർട്ടാണ്. അപ്പോൾ അതുപോലെ വിശപ്പ് കാണും. ഇപ്പോഴൊന്നും അതുപോലെ കഴിക്കാനൊന്നും ആലോചിക്കാനേ പറ്റില്ല. അന്നത്തെ ഒരു ഹെൽത്ത് അല്ലേ വളരെ, അതായിരിക്കും തോന്നുന്നു ഇപ്പോഴും ശരിക്കും പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടം, ഏത് പ്രായത്തിലും അതിന്റെ ഒരു ശക്തി തീർച്ചയായിട്ടും ഉണ്ടായി. ഇല്ല, ഞാനൊക്കെ ഒരു 10 വയസ്സ് തൊട്ട് ഇത് തുടങ്ങിയതാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു അടുപ്പും ചിട്ടയും വന്ന് വെൽ ഡിസിപ്ലിൻ ലൈഫാണ്. പിന്നെ ഇപ്പോഴും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ. ഇപ്പോഴും കേരള താരങ്ങൾക്ക് വളരെ കുറച്ച് ഫെസിലിറ്റി ബാക്കിയുള്ളൂ. ഇപ്പോൾ 1-2 ഇതുപോലെ നാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്വിമ്മിംഗ് പൂളുകളെ ഉള്ളൂ എന്ന് പറയാം. അതെ അതെ. ശരിക്കും ഇത് സാർവദേശീയ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഇത് കേരളത്തിലെ എല്ലാവർക്കും, കാരണം ആരോഗ്യം എല്ലാവർക്കും ആവശ്യമുള്ളതാണല്ലോ. എല്ലാവർക്കും സ്വിമ്മിങ്ങിനുള്ള സൗകര്യങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചൊക്കെ നിങ്ങളെപ്പോലുള്ളവർക്ക്, ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഞാനും ഷൈനിങ് എപ്പോഴും സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ ഇടയിൽ സ്പോർട്സാണ് മുഖ്യ വിഷയം. മറ്റുള്ള സംഗതികൾ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ സ്പോർട്സാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ഈ പറഞ്ഞ പോലെ ഒരു നല്ല സ്റ്റേഡിയം, നല്ലൊരു ജിംനേഷ്യം, നല്ലൊരു സ്വിമ്മിംഗ് പൂൾ, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ കുറേ അധികം യങ്സ്റ്റേഴ്സിന് അതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളാൻ കഴിയും. അതുവഴി ഒരുപിടി മികച്ച താരങ്ങൾ നമുക്ക് വരും തലമുറയ്ക്ക് സമ്മാനിക്കാൻ പറ്റും. അതിന് കേരള ഗവൺമെൻറ് താല്പര്യം എടുക്കുന്നു. മെഡൽ എന്ന് പറയുന്നത് പലപ്പോഴും കായിക താരം സെക്കൻഡറിയാണ് കിട്ടുന്നത്. പക്ഷെ ഓരോ ആളുകൾക്കും ആരോഗ്യം പ്രദാനം ചെയ്യാവുന്ന രീതിയിലേക്ക് എത്ര ആളുകൾ കായിക രംഗത്തേക്ക് വരുന്നു എന്നുള്ളതും ഒരു കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കായികത്തിന്റെ ശക്തിയാവുമെന്ന് കരുതാൻ വേണമെങ്കിൽ അല്ലേ. കാരണം കുറച്ച് കായിക താരങ്ങൾക്ക് മാത്രം മെഡൽ കിട്ടിയോണ്ട് കാര്യമില്ല, ബാക്കി എല്ലാവരും കായിക മേഖലയുടെ പുറത്ത് നിൽക്കുക എന്ന് പറയുന്നതും വളരെ മോശം. അപ്പോൾ സാർവത്രികമായിട്ട് ഈ കായിക സംസ്കാരവും അതിന്റെ സൗകര്യങ്ങളൊക്കെ വരികയാണ് ആവശ്യം എന്നുള്ളത് ആവശ്യമാണ്. അതുകൂടാതെ അന്നൊക്കെ എല്ലാ വീട്ടിലും 5-6 പിള്ളേരുണ്ട്. ഇപ്പം നമ്മളൊക്കെ നീന്താൻ പോകുമ്പോൾ ഒരു ജോലി കിട്ടുമെന്നോ അല്ലെങ്കിൽ പേരൻസിനും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. അപ്പോൾ പേരൻസിൻ്റെയൊക്കെ വിചാരം നമ്മൾ പഠിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാതിരിക്കാനാണ് നമ്മൾ നീന്താൻ പോകുന്നത്, അല്ല ഓടാൻ പോകുന്നത്. പക്ഷേ ഇപ്പോഴതല്ല. എല്ലാവർക്കും ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം. സ്പോർട്സിനോട്ട് കുറേ കൂടെ പേരൻസും കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് അവരെ തള്ളിവിടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ സ്പോർട്സിന്റെ ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കായിക അന്തരീക്ഷം ഇപ്പോൾ നഷ്ടപ്പെടില്ല. പണ്ട് ഓടാനുള്ള സ്ഥലങ്ങൾ, നീന്തി കുടിക്കാനുള്ള സ്ഥലങ്ങൾ ഒക്കെ നാച്ചുറലായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം എല്ലാം കൃത്രിമാന്തരീക്ഷത്തിലാണല്ലോ. പിന്നെ നമ്മുടെ ഒരു സാധാരണ ഒരാൾ ജോഗിങ്ങിനുള്ള സ്പേസ് ഉപയോഗിക്കുന്നു, ട്രാക്ക് ഇങ്ങനെയുള്ള ആയതുകൊണ്ട് ഒരു കായികത്തിന്റെ സ്വാഭാവിക അന്തരീക്ഷം ഇപ്പൊ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ബുദ്ധിമുട്ടിലെ ഒരു സത്യം ഞാൻ പറയും. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ ട്രെയിനിന്റെ വെളിയിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ വോളിബോൾ കളിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിലും വലിയൊരു ഇച്ചിരിയുടെ വലുതാണെങ്കിൽ അവിടെ ഫുട്ബോൾ കളിക്കുന്നതാണ്, പിന്നെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ചെറിയ ഗ്രൗണ്ട് തൊട്ട് ഈ ഇടത്തരം ഗ്രൗണ്ട് വരെ എല്ലായിടത്തും ക്രിക്കറ്റാണ് കളിക്കുന്നത്. ക്രിക്കറ്റ് മേ ബി ചിലപ്പോൾ 1,00,000 പേര് കളിക്കുന്നുണ്ടായിരിക്കും. അതിനകത്തുനിന്ന് ഒരാളോ 2 ആളെ ഉയർത്ത് വരാൻ സാധ്യതയുള്ളൂ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ. അപ്പോൾ അതൊരു മറ്റുള്ള സ്പോർട്ട് ഉയർന്നു വരാനായിട്ടുള്ള സാധ്യതകൾ കുറയ്ക്കും. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റുള്ള ഗെയിമിൻ്റെ അത്ര എഫർട്ട് ക്രിക്കറ്റിന് വേണ്ട. അപ്പം നമ്മുടെയൊക്കെ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. ഇപ്പോൾ രാവിലെ 6 മണിക്ക് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ നമ്മൾ കാണുന്നത് ഒരു ഭിത്തിയും അടുത്ത ട്രാക്കിലെ വെള്ളമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ല, ശരിക്കും ബോറിംഗ് ആണ്. അതുപോലെ അത്ലറ്റിക്സ് ഇവരൊക്കെ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ സെക്ഷൻ കഴിയുമ്പോൾ ഛർദ്ദിച്ച് ആ ഗ്രൗണ്ടിൽ നിന്ന് ഛർദ്ദിച്ച് നമുക്കൊരു ഫുഡ് കഴിക്കാൻ പറ്റില്ല, വിശപ്പ് കുറയും. അത്ലറ്റ്സൊക്കെ ശരിക്കും ഹാർഡ് വർക്കാണ്. അപ്പോൾ ഇപ്പോഴും നല്ല മികച്ച ടാലൻ്റ് ഉണ്ട്. അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടതായ സിസ്റ്റമാറ്റിക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കാൻ ഇവൻ സർവീസസിന് പോലും പറ്റില്ല. പിന്നെ ജോലി സാധ്യതകൾ കൊടുക്കണം. നമ്മുടെ കേരളത്തിൽ
കിട്ടാഞ്ഞിട്ടാണ് മിക്കവരും സർവീസസിലോ പോലീസിലോ CRPയിലൊക്കെ പോകുന്നത്. ജോലി സാധ്യതകൾ യങ് ഏജിൽ കൊടുക്കണം, എന്നിട്ട് അവർ അത് കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു നോട്ടം കൂടെ അവർക്ക് വേണം. ഈ സർവീസസ് കേരളത്തിന് കിട്ടാവുന്ന ഒരുപാട് മെഡലുകൾ സ്വന്തമാക്കിയൊരു ടീമാണെന്ന് വേണേൽ പറയാം. അതെ അതെ, മധുവിനെ പോലുള്ള ഒരു 4 മെഡലുകൾ വേണേൽ കാരണം അത് സർവീസസിന്റെ നമ്മൾ സ്പോർട്സ് ആകുമ്പോൾ നമുക്ക് നേരിട്ടുള്ള അനുഭവമാണ്. പണ്ടൊക്കെ വാട്ടർ പോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസസ് ശരിക്കും പട്ടാളക്കാരെ പോലെ പോകും. അവർക്ക് ഒരു അല്ലാത്തൊരു സിസ്റ്റമാറ്റിക്കായിട്ട് കളിക്കാനുള്ള ഐഡിയ, എല്ലാത്തിനും അവർക്ക് വെപ്രാളം. അപ്പോൾ നമ്മളൊരു ഇച്ചിരി ക്ഷമയോടെ കളിച്ചു കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ സർവീസസിൻ്റെ കളിയുടെ ആ നിയന്ത്രണവും അവരുടെ ആ മനസ്സും ഒക്കെ അങ്ങ് മാറി. ഇപ്പോൾ അവർ നല്ല ബുദ്ധി ഉപയോഗിച്ച് നല്ല രീതിയിലാണ് അവർ കളിക്കുന്നത് ശരിക്കും. പിന്നെ അവർക്ക് വർഷം മുഴുവൻ നീന്താനുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേറൊരു ജോലിയും ചെയ്യുന്നു. ഇപ്പോൾ റെയിൽവേ ആണെങ്കിലും മറ്റുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അവരുടെ ഓഫീസ് ജോലി കഴിഞ്ഞിട്ടുള്ള ഒരു 2 മണിക്കൂർ രാവിലെ അല്ലെങ്കിൽ 2 മണിക്കൂർ ഈവനിങ് ആ 2 ഇത് കൊടുക്കും. പിന്നെ ഒരു 3-4 മാസം സ്പെഷ്യൽ ക്യാഷ് ലീവ് കൊടുക്കും. ഇവർ ഡയറ്റ് തൊട്ട് എല്ലാവരും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും അറിയണ്ട. പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്ര നാൾ പെർഫോം ചെയ്യുന്നു അത്രമാത്രം അവർക്ക് അങ്ങനെ തന്നെ തുടരാം. അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. അപ്പം മടിയില്ലാത്ത നല്ല സ്പോർട്സുകാരാണെങ്കിൽ ഒരു 10-12 വർഷം അവർക്ക്, എന്നിട്ട് അവർക്ക് മിക്കവർക്കും ഡ്യൂട്ടി ചെയ്യാൻ മടിയായതുകൊണ്ട് അവർ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കും. ഇതൊക്കെ അവരുടെ പ്ലസ് പോയിൻ്റാണ്. പിന്നെ വേണ്ട ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. എല്ലാ ഗ്രൗണ്ടുകളും എല്ലാ സ്വിമ്മിംഗ് പൂളും എല്ലാം അവർക്കുണ്ട്. അതൊക്കെയാണ് അവരുടെ വിജയത്തിന് കാരണം. ഇങ്ങനെ ഇപ്പൊ തന്നെ സർവീസസ് ടീം എന്ന് പറഞ്ഞ കേരളത്തിനും മറ്റു ടീമുകൾക്കൊന്നും പിടികൊട്ടാൻ കഴിയാത്ത രീതിയിൽ വളരെയധികം മുന്നോട്ട് പോകും. അതെ, ഇങ്ങനെ പോയി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് അവര് ആ ഒരു ലീഡറെ പറ്റിക്കാൻ ഒരു ടീമിനും കഴിയാത്ത രീതിയിൽ ഇല്ല. പക്ഷേ അത് ഞങ്ങൾ തുടങ്ങിയ ഈ നാഷണൽ ഗെയിംസ് തുടങ്ങിയ ഒരു 3 ഗെയിംസ് എനിക്കൊന്ന് 93 വരെ ഈ സ്റ്റേറ്റിന് മാത്രമേ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ സർവീസസിനോ റെയിൽവേക്കോ ഈ ഓൾ ഇന്ത്യ പോലീസും കൊണ്ട് CRP അങ്ങനെയുള്ളവർക്കൊന്നും കൊടുക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഗെയിംസ് ആയി കഴിഞ്ഞപ്പോൾ സർവീസസിന് മാത്രം കൊടുക്കും. ഈ നാഷണൽ ഗെയിംസ് എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് സ്റ്റേറ്റ് തന്നെ പങ്കെടുക്കണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. അങ്ങനെയാകുമ്പോൾ എല്ലാവരും അവരുടെ സ്റ്റേറ്റിന് വേണ്ടി മത്സരിക്കും. അങ്ങനെയാകുമ്പോൾ ഈ ദേശീയ ഗെയിംസിന്റെ ഇത് തന്നെ നഷ്ടപ്പെടും. അല്ല, നാഷണൽ ഗെയിംസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ലേ, മീൻ ചെയ്യുന്ന അതല്ല, പ്രകടനം കാണിക്കണം. അപ്പം നമുക്ക് നമ്മുടെ താരങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ സർവീസസിൽ ഈ പറയുന്ന പ്രൈസ് മണി ഒന്നുമില്ല. അവരുടെ ആ പിള്ളേരോട് ഇച്ചിരിയെങ്കിലും കെട്ടി എൻജോയ് ചെയ്യട്ടല്ല. ഇനി സർവീസസിന് ഏതെങ്കിലും തരത്തിൽ നമുക്ക് മറികടക്കാവുന്ന ഏതെങ്കിലും സ്ട്രാറ്റജി കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ ചെയ്യാം? ഇല്ല, അത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ല ഇപ്പോൾ അടുത്ത നാഷണൽ ഗെയിംസ് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴേ ഒരു ദീർഘകാല പദ്ധതി അല്ലെങ്കിൽ ലോങ് ടൈം പ്ലാൻ റെഡിയാക്കി അതിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ സ്വിമ്മിങ്ങിൻ്റെ വിജയത്തിന് കാരണം എന്ന് പറഞ്ഞാൽ 2 വർഷമായിട്ട് ഒരു ദീർഘകാല പദ്ധതി ഒരു ഫോറിൻ കോച്ചിനെ വരുത്തി 3 മാസം മുമ്പ് വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും പ്രദീപും എല്ലാം ഹെൽപ്പ് ചെയ്തു. അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ കണ്ടത്. അല്ലെങ്കിൽ കഴിഞ്ഞ 2 ഗെയിംസ് പോലെ ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 2-3 മെഡലിൽ ഒതുങ്ങിയാണ്. ഒരുപാട് അങ്ങനെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേരളം ആവശ്യപ്പെടുന്നുണ്ട്. ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് തന്നെ ഷൈനി ചേച്ചിയെ ശരിക്കും പറയുകയാണെങ്കിൽ ആഫ്റ്റർ മാരേജിൽ കഴിഞ്ഞിട്ടും ഇതിലേക്ക് കടത്തിവിടുകയും പുതിയ ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു. സത്യം പറഞ്ഞത് അങ്ങേടാണ് അതിന്റെ പുറകിൽ ക്രെഡിറ്റ് മുഴുവൻ ഷൈനിക്കാണ്. പിന്നെ ഞാൻ അതിനെതിരെ നിന്നില്ലെന്നേ ഉള്ളൂ. ഞാനൊരു സ്പോർട്സുകാരനായതുകൊണ്ട് എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുകളും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഷൈനിയുടെ ഗെയിം അല്ലെങ്കിൽ ഷൈനിയുടെ അത്ലറ്റിക്സ് നമ്മുടെ സ്വിമ്മിങ്ങിനേക്കാളും വളരെ മെച്ചമാണ്. ഒരു ഏഷ്യൻ ഗെയിംസിനോ അല്ലെങ്കിൽ ഒളിമ്പിക്സിനൊക്കെ അവർക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ട്. നമ്മുടെ ഏഷ്യൻ ഗെയിംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡൽ ചാൻസ് ഒന്നുമില്ല. നമ്മളതൊക്കെ എത്ര കഷ്ടപ്പെട്ടാലും നിലവാരം അത്ര ഹൈ ആണ് നമുക്ക്. അപ്പോൾ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ഷൈനി ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാ പിന്തുണയും കൊടുത്തു. ഞാനൊരു പുറകിൽ നിന്നൊരു സപ്പോർട്ടായെന്നേ ഉള്ളൂ. അതിൻ്റെ ഫലം മുഴുവൻ ഷൈനിയുടെ ഹാർഡ് വർക്കിംഗാണ്. ഇത് സ്വിമ്മിങ്ങിനെ ശരിക്കും ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. കാരണം ഒരുപാട് മെഡലുകൾ കിട്ടാൻ സാധ്യതയുള്ള ഈ ഏരിയയിൽ ഇന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിൽ മുന്നിലെത്തിയാൽ മാത്രമേ ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും ഒക്കെ നമുക്ക് മെഡൽ സാധ്യത. അല്ലാണ്ട് ഏവരും മത്സരിക്കുന്ന മേഖലകളിൽ ഫോക്കസ് ചെയ്ത് അവസാനം ചെറുകുടിഞ്ഞ് വീഴുന്നതിനേക്കാൾ നല്ലത്. അപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഫർമേഷൻസ്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ ദേശീയ ഗെയിംസ് ഇപ്പോഴത്തെ നടത്തിപ്പിനെ കുറിച്ച് എന്താണ് കണ്ടപ്പോൾ? പല ഗെയിംസ് കണ്ട പരിചയമുള്ള ആളാണ്. ഇല്ല, നാഷണൽ ഗെയിംസ് ഞാൻ ഒരു മൂന്ന് നാഷണൽ ഗെയിംസ് പങ്കെടുക്കുകയുണ്ടായി. ഒരു 4-5 നാഷണൽ ഗെയിംസ് ഇതിനോടകം ഞാൻ കണ്ടു. പിന്നെ എൻ്റെ കൂട്ടുകാർ, എൻ്റെ ഇപ്പോൾ ഒഫീഷ്യലായിട്ടും കോച്ചസായിട്ടും പ്രവർത്തിക്കുന്നവർ ഈ തുടക്കം മുതൽ അവസാനം വരെ നാഷണൽ ഗെയിംസ് കണ്ടവരുണ്ട്. ഇവൻ ഷൈനി കണ്ടു. ഞങ്ങളുടെ എല്ലാ അഭിപ്രായത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് മികച്ച സൗകര്യങ്ങളാണ് നമ്മുടെ സ്റ്റേഡിയങ്ങളും നമ്മുടെ അക്കോമഡേഷൻ ആണെങ്കിലും ഫുഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കുറ്റവും ഒരു കുറവും കണ്ടുപിടിക്കാൻ പറ്റാത്ത സീനാണ്.
പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഗതി നമ്മൾ എൻകറേജ് ചെയ്യില്ലെങ്കിൽ അടുത്തവൻ വന്ന് നമ്മളെ എൻകറേജ് ചെയ്യും. അതിൻ്റെ ചെറിയ തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളല്ലേ അത് മറച്ചു വയ്ക്കുന്നത്. അല്ല നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്യുക, നല്ലതിനെല്ലാം കണ്ടില്ലെന്ന് നടിക്കുക. എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സ്വിമ്മർമാരിൽ ഒരാളുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കേരളം കണ്ട ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാൾ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ കായിക രംഗത്ത് നിന്ന് വിരമിച്ച ശേഷം ഒരു നല്ലൊരു വിഷണറി എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേരളത്തിന് വേണ്ടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ശ്രീ വിൽസൺ ചെറിയാൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാഴ്ചപ്പാടുകൾ ഒക്കെ നമ്മൾ കേട്ടറിഞ്ഞു. വളരെ സാർത്ഥകമായ ഒരു അഭിമുഖമായിരുന്നു. വളരെയധികം നന്ദി. താങ്ക് യു. Get set, play.